സ്റ്റഡി ടുഗദർ 1000 ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 23ാമത്തെ വീഡിയോ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 801. ത്രെഡ് ഉടൻ പൊട്ടാൻ കാരണം എന്ത്? അതായത് മെഷീൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ത്രെഡ് പൊട്ടാനുള്ള കാരണം എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എന്താണ്? വീൽ തെറ്റായ ഡയറക്ഷനിൽ തിരിച്ചത്. വീൽ സൂയിങ് മെഷീൻ്റെ ഹാൻഡ് വീല് ശരിയായ ഡയറക്ഷനിൽ തിരിക്കണം. തെറ്റായ ഡയറക്ഷനിൽ തിരിക്കുമ്പോഴാണ് ത്രെഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ടെൻഷൻ ശരിയായി നടക്കാതെ ത്രെഡ് ബ്രേക്കേജ് ഉണ്ടാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 802. പ്രസ്സിംഗ് ടൂൾ ഏതാണ്? ഓപ്ഷൻസിലുള്ള പ്രസ്സിംഗ് ടൂൾ ഏതാണ്? സ്ലീവ് ബോർഡ് ആണ് അല്ലേ. സ്ലീവ് പോലുള്ള നാരോ ട്യൂബുലാർ പോർഷൻസ് പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ പ്രസ്സിംഗ് ബോർഡാണ് സ്ലീവ് ബോർഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 803. 1/8 ഇഞ്ച് ചെറിയ ദ്വാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? 1/8 ഇഞ്ച് ചെറിയ ദ്വാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഔളാണ് ഉത്തരം അല്ലേ. ഔൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ദ്വാരത്തിന്റെ അളവ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ 1/8 ഇഞ്ചാണ് ഉത്തരം. ആൻസർ ഏതാണ്? ഔളാണ് അല്ലെ. ഫാബ്രിക്, ലെതർ പോലെയുള്ള മെറ്റീരിയൽസിൽ ചെറിയ ഹോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോയിന്റഡ് ടൂളാണ് ഔൾ എന്ന് പറയുന്നത്. മുകളിലും താഴെയും കത്തി ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? 804ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മുകളിലും താഴെയും നൈവ്സ്. ഓവർലോക്ക് മെഷീനിലാണ് മുകളിലും താഴെയും നൈവ്സ് ഉള്ളത്. അതായത് അപ്പർ ആൻഡ് ലോവർ ലൂപ്പർ ത്രെഡ്സ് ഉപയോഗിച്ച് ഫാബ്രിക് എഡ്ജ് ട്രിം ചെയ്യുകയും ഓവർകാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന മെഷീനാണ് ഇത്. ഇതിനകത്ത് ഫാബ്രിക്കിന്റെ എഡ്ജ് ഒരേപോലെ വൃത്തിയായി കട്ട് ചെയ്ത് ഓവർലോക്ക് ചെയ്യാനായിട്ട് 2 നൈവ്സ് ഉണ്ടാവും. അപ്പോൾ ഏത് മെഷീനാണ്? ഓവർലോക്ക് മെഷീനാണ്. അടുത്ത ക്വസ്റ്റ്യൻ 805. പ്ലീറ്റിങ്ങിന് മുമ്പുള്ള ഫാബ്രിക്കിന്റെ വീതി എന്ത് വിളിക്കുന്നു? പ്ലീറ്റിങ്ങിന് മുമ്പുള്ള ഫാബ്രിക്കിന്റെ വീതിയെ എന്താണ് വിളിക്കുന്നത്? പാറ്റേൺ വീതി, അതായത് പാറ്റേൺ വിഡ്ത്ത് എന്നാണ് വിളിക്കുന്നത്. പ്ലീറ്റ്സ് ഫോം ചെയ്യുന്നതിന് മുമ്പുള്ള ഫാബ്രിക്കിന്റെ ഒറിജിനൽ വീതിയാണ് നമ്മൾ പാറ്റേൺ വിഡ്ത്ത് എന്ന് പറയുന്നത്. പ്ലീറ്റ് വിഡ്ത്ത് എന്താണ്? ഇൻഡിവിജ്വൽ പ്ലീറ്റിന്റെ വിഡ്ത്ത് ആണ്. പ്ലീറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ പ്ലീറ്റ് എത്ര അകത്തേക്ക് ഫോൾഡ് ചെയ്യുന്നു എന്ന അളവാണ് പ്ലീറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 806. താഴെ പറയുന്നതിൽ സീം ഫിനിഷ് അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ സീം ഫിനിഷ് അല്ലാത്തത് ഏതാണ്? ഗ്യാദറിംഗ് ആണ് അല്ലേ. ഈ പിങ്കിങ്ങും ഓവർലോക്കിങ്ങും ഓവർകാസ്റ്റിങ്ങും എന്താണ്? സീം ഫിനിഷുകളാണ്. സീം ഫിനിഷ് എന്ന് പറയുന്നത് എന്താണ്? റോ സീം എഡ്ജ് ഫ്രേയിങ് തടയുന്നതിനുള്ള ഫിനിഷിംഗ് ടെക്നിക്കാണ്. ഗ്യാദറിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഫാബ്രിക് ഫുൾനെസ് കൂട്ടുന്ന ഒരു ടെക്നിക്കാണ്. പിങ്കിങ് എന്താണ്? സിഗ്സാഗ് എഡ്ജ് നൽകി ഫ്രെയിം കുറയ്ക്കുന്നത്. ഓവർലോക്കിംഗ് എന്ന് പറഞ്ഞാൽ റോ എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് മെഷീൻ ഉപയോഗിച്ചിട്ട്. ഓവർ കാസ്റ്റിംഗ് എന്താണ്? അതുപോലെ തന്നെ റോ എഡ്ജസ് സെക്യൂർ ചെയ്യുന്നൊരു ഫിനിഷിംഗ് പ്രോസസ്സാണ്. ക്വസ്റ്റ്യൻ നമ്പർ 807. മെഷീനിൽ വേഗത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ എന്ത് അമർത്തണം? മെഷീനിൽ വേഗത്തിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്താണ് അമർത്തേണ്ടത്? ഇലക്ട്രിക് സൂയിങ് മെഷീൻ്റെ അല്ലെങ്കിൽ നോർമൽ സൂയിങ് മെഷീൻ്റെ സ്റ്റിച്ചിങ് സ്പീഡ് കൂട്ടാനായിട്ട് നമ്മൾ ഫൂട്ട് പെഡൽ അമർത്തുന്നതിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. ഇലക്ട്രിക് സൂയിങ് മെഷീൻ ആണെങ്കിലും നോർമൽ മെഷീൻ ആണെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഫൂട്ട് പെഡൽ അമർത്തുമ്പോഴാണ് നമ്മൾ സ്റ്റിച്ചിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 808. ആം ഹോൾ മുതൽ ബസ്റ്റ് പോയിന്റ് വഴി വയർ വരെ വരുന്ന വളഞ്ഞ ലൈൻ ഏത്? ആം ഹോൾ മുതൽ ബസ്റ്റ് പോയിന്റ് വഴി വേസ്റ്റ് വരെ വരുന്ന കേർവ്ഡ് ലൈൻ ഏതാണ്? ആം ഹോൾ അല്ലെങ്കിൽ ഷോൾഡർ ഏരിയയിൽ നിന്ന് ബസ്റ്റ് പോയിന്റ് വഴി വേസ്റ്റ് ഹെം വരെ നീളുന്ന ലോങ് ഷേപ്പിംഗ് സീം ലൈൻ ഏതാണ്? പ്രിൻസസ് ലൈനാണ് ആൻസർ വരുന്നത്. എവിടെ മുതൽ? ആം ഹോൾ അല്ലെങ്കിൽ ഷോൾഡർ ഏരിയയിൽ നിന്ന് ബസ്റ്റിന്റെ പോയിന്റ് വഴി വേസ്റ്റ് അല്ലെങ്കിൽ ഹെം വരെ നീളുന്ന ലോങ് ഷേപ്പിംഗ് സീം ലൈനാണ് പ്രിൻസസ് ലൈൻ എന്ന് പറയുന്നത്. 809ാമത്തെ ക്വസ്റ്റ്യൻ. ഫാബ്രിക് ലെയറുകൾ ഒന്നിനു മുകളിൽ ഒന്ന് നിരത്തുന്ന പ്രക്രിയ. ഫാബ്രിക് ലെയേഴ്സ് ഒന്നിനു മുകളിൽ ഒന്ന് നിരത്തുന്ന പ്രോസസ്സ് ഏതാണ്? സ്പ്രെഡിംഗ് ആണ് അല്ലെ. ഓപ്ഷൻസ് നോക്കുക. സ്പ്രെഡിംഗ്. കട്ടിങ്ങിന് മുമ്പ് ഫാബ്രിക്കിന് ആവശ്യമായ നമ്പർ ഓഫ് ലെയേഴ്സ് ആയിട്ട് ഈവൻ ആയിട്ട് ലേ ചെയ്യുന്നതാണ് സ്പ്രെഡിംഗ് എന്ന് പറയുന്നത്. ഗ്രേഡിംഗ് എന്താണ്? ഡിഫറെന്റ് പാറ്റേൺ സൈസസ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. മാർക്കിംഗ് എന്നാൽ പാറ്റേൺ മാർക്കിങ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ട്രിമ്മിംഗ് എന്താണ്? എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കട്ട് ചെയ്യുന്നതിനെയാണ് ട്രിമ്മിംഗ് എന്ന് പറയുന്നത്. താഴെ കൊടുത്തവയിൽ പാന്റ് ഡെറിവേഷൻ ഏത്? 810ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തവയിൽ പാന്റിന്റെ ഡെറിവേഷൻ ഏതാണ്? ജമൈക്ക പാന്റിന്റെ ഒരു ഷോർട്ട് പാന്റ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഡെറിവേഷൻ ആണ്. ബല്ലറീന എന്താണ്? ഗാർമെന്റ്. സ്കേർട്ട് സ്റ്റൈൽ ഗാർമെന്റിന്റെ ടെർമിനോളജിയാണ് ബല്ലറീന എന്ന് പറയുന്നത്. ജാക്കറ്റ് എന്താണ്? അപ്പർ ബോഡി ഗാർമെന്റ് ആണ് അല്ലേ.
811 ക്വസ്റ്റ്യൻ, ഫാബ്രിക്കിന്റെ ശരിയായ വശം ഏത്? അതായത് ഫാബ്രിക്കിന്റെ ശരിയായ സൈഡ് ഏത്? ഏതാണ്? ഫേസ്. ഗാർമെന്റ് പുറത്തേക്ക് കാണിക്കേണ്ട ഫാബ്രിക്കിന്റെ റൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ സൈഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫേസ് എന്ന് പറയുന്നത്. ബ്രൈറ്റ് എന്താണ്? അപ്പിയറൻസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. ഓപ്ഷൻ എ ബ്രൈറ്റ് എന്ന് പറയുന്നത്. ഗ്രെയിൻ എന്താണ്? യാണിന്റെ ഡയറക്ഷനെയാണ്. പൈൽ എന്നാണ്? റേസ്ഡ് സർഫേസ്. സർഫേസിലുള്ള റേസ്ഡ് ഫൈബേഴ്സിനെയാണ് നമ്മൾ പൈൽ എന്ന് പറയുന്നത്. 812 ക്വസ്റ്റ്യൻ, ഗാർമെന്റിന് ഷേപ്പ് നൽകാൻ ഉപയോഗിക്കുന്ന ഇടത്തരം പാളി. ഗാർമെന്റിന് ഷേപ്പ് നൽകാൻ ഉപയോഗിക്കുന്ന ഇടത്തരം ലെയർ അല്ലെങ്കിൽ പാളി എന്ന് പറയുന്നത് എന്താണ്? ഇന്റർ ലൈനിങ് ആണ്. ഔട്ടർ ഫാബ്രിക്കിനും ലൈനിങ്ങിനും ഇടയിൽ ചേർക്കുന്ന അഡീഷണൽ ലെയർ ആണ് ഇന്റർ ലൈനിങ് എന്ന് പറയുന്നത്. ഇത് ഗാർമെന്റിന് ബോഡി സപ്പോർട്ട്, വാംത്ത് അല്ലെങ്കിൽ ഷേപ്പ് നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു ലെയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 813, ഓപ്പണിങ്ങിന്റെ ഇടതുവശത്ത് ബട്ടൺ ഓർ സിപ്പ് ഫാസ്റ്റൻ ചെയ്യുന്നത്. ഓപ്പണിങ്ങിന്റെ ലെഫ്റ്റ് സൈഡിൽ ബട്ടൺ അല്ലെങ്കിൽ സിപ്പ് ഫാസ്റ്റനിങ് ചെയ്യുന്നത് ഏതാണ്? ഫ്ലൈ. ഓപ്പണിങ്ങിന്റെ ഇടതുവശത്ത് ഏതാണ്? ഫ്ലൈ. ഫ്ലൈ ക്യാച്ച് എന്ന് പറയുന്നത് ഫ്ലൈനെ സെക്യൂർ ചെയ്യാനുള്ള കമ്പോണന്റ് ആയി ഉപയോഗിക്കുന്നതാണ്. ഓപ്ഷൻ നോക്കുക. ഫ്ലൈ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഫാസ്റ്റനിങ് ആണ്. ഓപ്പണിംഗ് ഫാസ്റ്റനിങ് അല്ലേ? ട്രൗസറിന്റെ അല്ലെങ്കിൽ ഗാർമെന്റ് ഓപ്പണിംഗിൽ ഫാസ്റ്റനിങ് മെക്കാനിസം കൺസീൽ ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ ആണ് ഫ്ലൈ എന്ന് പറയുന്നത്. ഏതാണ്? ലെഫ്റ്റ് സൈഡിൽ ബട്ടൺ ഹോൾ ഫിക്സിംഗ് പീസിനെയാണ് നമ്മൾ ഫ്ലൈ എന്ന് പറയുന്നത്. എന്താണ്? ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ ഹോൾ ഫിക്സിംഗ് പീസിനെയാണ് നമ്മൾ ഫ്ലൈ എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിൽ ബട്ടൺ ഫിക്സിംഗ് പീസിനെയാണ് നമ്മൾ ഫ്ലൈ ക്യാച്ച് എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലെ ബട്ടൺ ഫിക്സിംഗ് പീസിനെയാണ് നമ്മൾ ഫ്ലൈ ക്യാച്ച് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ എന്താണ്? ഓപ്പണിംഗ് ഇടതുവശത്ത് ബട്ടൺ സിപ്പ് ഫാസ്റ്റൻ ചെയ്യുന്നത് ഏതാണ്? ഫ്ലൈ ആണ് അല്ലേ? 814, ഫാബ്രിക്കിനെ ഗാർമെന്റ് ആക്കി മാറ്റുന്ന പ്രക്രിയ. ഫാബ്രിക്കിനെ ഗാർമെന്റ് ആക്കി മാറ്റുന്ന പ്രക്രിയ എന്താണ്? മേക്കിംഗ് അപ്പ്. കട്ട് ചെയ്ത ഫാബ്രിക് പീസസിനെ സ്റ്റിച്ചിങ്, അസംബ്ലിംഗ് ആൻഡ് ഫിനിഷിംഗ് വഴി കംപ്ലീറ്റ് ഗാർമെന്റ് ആക്കി മാറ്റുന്ന പ്രോസസ് ആണ് മേക്കിംഗ് അപ്പ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. ടേണിംഗ് അപ്പ് എന്താണ്? എഡ്ജ് ഫോൾഡ് ചെയ്ത് ഹെം ചെയ്യുന്നതാണ് ടേണിംഗ് അപ്പ്. സ്ലോട്ട് എന്താണ്? ഓപ്പണിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആണ് അല്ലേ? മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലോ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ സിസ്റ്റത്തിനെയാണ് പറയുന്നത്. അപ്പോൾ ഫാബ്രിക്കിനെ ഗാർമെന്റ് ആക്കി മാറ്റുന്ന പ്രക്രിയ എന്താണെന്ന് പറയുന്നത്? മേക്കിംഗ് അപ്പ് എന്നാണ് പറയുന്നത്. 815 ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവിൽ ഫാസ്റ്റനിങ് ഏതാണ്? താഴെ കൊടുത്തവിൽ ഫാസ്റ്റനിങ് ഏതാണ്? വെൽക്രോ. വെൽക്രോ ആണ്. വെൽക്രോ ഒരു ഹുക്ക് ആൻഡ് ലൂപ്പ് ഫാസ്റ്റനിങ് സിസ്റ്റം ആണ് അല്ലേ? രണ്ട് സൈഡ് ഉണ്ടാവും. ഒന്നില് ഹുക്കുകളും ഒന്നില് ലൂപ്പുകളും ഉണ്ടാവും. ഇത് രണ്ടും കൂടി ഒട്ടിക്കുമ്പോൾ ഈ ഹുക്കും ലൂപ്പും തമ്മിൽ ഇന്റർലോക്ക് ചെയ്തിട്ടാണ് ഫാസ്റ്റനിങ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ വെൽക്രോ. ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കിയുള്ള ഓപ്ഷൻസിൽ ടാഗ് എന്താണ്? ഐഡന്റിഫിക്കേഷൻ ലേബൽ ആണ്. വെന്റ് എന്ന് പറഞ്ഞാൽ ഗാർമെന്റിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് അല്ലേ? ഗാർമെന്റിന്റെ ബാക്കിലുള്ള ഒരു ഓപ്പണിംഗ്, മൂവ്മെന്റിനും കംഫർട്ടിനും കൊടുക്കുന്ന ഒരു ഓപ്പണിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോക്കറ്റിന്റെ മൗത്ത് ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നാരോ സ്ട്രിപ്പ്. പോക്കറ്റിന്റെ മൗത്ത് ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നാരോ സ്ട്രിപ്പ് ഏതാണ്? വെൽറ്റ്. പോക്കറ്റ് ഓപ്പണിംഗിൽ നാരോ സ്ട്രിപ്പ് ഉപയോഗിച്ച് നീറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള എഡ്ജ് ഓപ്പണിങ്ങിന് ഉണ്ടാക്കുന്നതാണ് വെൽറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും വെൽറ്റ് പോക്കറ്റിലാണ് പ്രധാനമായിട്ട് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 817, താഴെ പറയുന്നതിൽ ഡ്രേപ്പിംഗ് ടെക്നിക്ക് ഏതാണ്? താഴെ കൊടുത്തവിൽ ഡ്രേപ്പിംഗ് ടെക്നിക്ക് ഏതാണ്? ബ്ലോക്കിംഗ്. ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രേപ്പിംഗിൽ ഫാബ്രിക്കിനെ ഡ്രസ് ഫോമിൽ പ്ലേസ് ചെയ്ത് ഷേപ്പ് ആൻഡ് ഫോം അനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നത് ആണ് ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. ബ്ലോക്കിംഗ് ടെക്നിക്കാണത്. ഡ്രേപ്പിംഗിൽ ഫാബ്രിക്കിനെ, തുണിയെ ഡ്രസ് ഫോമിൽ പ്ലേസ് ചെയ്ത് ഷേപ്പ് ആൻഡ് ഫോം അനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ് ബ്ലോക്കിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? സ്ലാഷ് ആൻഡ് സ്പ്രെഡ്, ഫ്ലാറ്റ് പാറ്റേൺ ഡെവലപ്മെന്റ് ടെക്നിക്കാണ്. പൈവറ്റൽ ഡാർട്ട് മാനിപ്പുലേഷൻ ടെക്നിക്കാണ്. അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ബ്ലോക്ക് മോഡിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 818, ബേസിക് പാറ്റേൺ സെറ്റ് എത്ര പീസസ് ആണുള്ളത്? ബേസിക് പാറ്റേൺ സെറ്റ് എന്ന് പറയുന്നത് 5 പീസസ് ആണുള്ളത്. ഫ്രണ്ട് ബോഡീസ്, ബാക്ക് ബോഡീസ്, സ്ലീവ്, സ്കേർട്ട് ഫ്രണ്ട്, സ്കേർട്ട് ബാക്ക് എന്നിങ്ങനെ 5 ബേസിക് പീസസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. 819 ക്വസ്റ്റ്യൻ, ബ്ലോക്ക് പാറ്റേൺ സ്റ്റൈലാക്കി മാറ്റുന്ന രീതി. ബ്ലോക്ക് പാറ്റേൺ സ്റ്റൈലാക്കി മാറ്റുന്ന രീതിയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ബേസിക് ബ്ലോക്ക് പാറ്റേണിന്റെ ഡിസൈഡ് ഗാർമെന്റ് സ്റ്റൈൽ അനുസരിച്ച് മോഡിഫൈ ചെയ്യുന്നതാണ് പാറ്റേൺ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ 820. AAMA എന്നതിന്റെ പൂർണ്ണ രൂപം. ഓൾറെഡി ഒരിക്കൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. AAMA എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? അമേരിക്കൻ അപ്പാരൽസ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ. അമേരിക്കൻ അപ്പാരൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ 821. ഗാർമെന്റിന്റെ ഡിസൈൻ വ്യത്യാസം എന്ത്? ഒരു ഗാർമെന്റിന്റെ ഡിസൈൻ വ്യത്യാസം, ഗാർമെന്റിന്റെ പെർട്ടിക്കുലർ ഡിസൈൻ, ഷേപ്പ്, ഡീറ്റെയിൽസ് ആൻഡ് അപ്പിയറൻസ് എന്നിവയുടെ ഡിസ്റ്റിങ്ക്റ്റീവ് ഫോം ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റൈൽ എന്ന് പറയുന്നത്. സ്പെസിഫിക് ഡിസൈൻ വേരിയേഷനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഫാഷൻ എന്താണ്? ഒരു പെർട്ടിക്കുലർ പീരീഡിൽ പോപ്പുലർ ആയ ഒരു സ്റ്റൈലിനെയാണ് നമ്മൾ ഫാഷൻ എന്ന് പറയുന്നത്. പാറ്റേൺ എന്താണ്? ഗാർമെന്റ് കൺസ്ട്രക്ഷനുള്ള ടെംപ്ലേറ്റ് ആണ് പാറ്റേൺ എന്ന് പറയുന്നത്. മോഡൽ എന്താണ്? ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് മോഡൽ എന്ന് പറയുന്നത്. 822. ബേസിക് പാറ്റേൺ മാറ്റുന്ന ടെക്നിക്ക്. ബേസിക് പാറ്റേണിനെ മാറ്റുന്ന ടെക്നിക്ക്. ബേസിക് ബ്ലോക്ക് ഉപയോഗിച്ച് മെഷർമെന്റ്സ്, ഡാർട്ട്, സീം, സ്റ്റൈൽ ലൈൻസ് എന്നിവ മാനിപ്പുലേറ്റ് ചെയ്ത് പുതിയ ഗാർമെന്റ് പാറ്റേൺ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഫ്ലാറ്റ് പാറ്റേൺ ഡിസൈനിങ് എന്ന് പറയുന്നത്. എന്താണ് ആൻസർ? ഫ്ലാറ്റ് പാറ്റേൺ ഡിസൈനിങ്. അടുത്ത ക്വസ്റ്റ്യൻ 823. അപ്പർ ആൻഡ് ലോവർ പാർട്സ് ബൾക്കിയായ ഗാർമെന്റ്സിന് ഉപയോഗിക്കുന്ന സീം ഏതാണ്? അപ്പർ ആൻഡ് ലോവർ, അതായത് മുകളിലും താഴെയും ബൾക്കിയായ ഗാർമെന്റുകൾക്കായി ഉപയോഗിക്കുന്നത് ഏതാണ്? പ്ലെയിൻ സീം ആണ്. പ്ലെയിൻ സീം ഏറ്റവും സിമ്പിളായ കോമൺലി യൂസ്ഡ് സീമാണ്. ഗാർമെന്റ് കൺസ്ട്രക്ഷനിൽ പല ഏരിയാസിലും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പർ ഭാഗത്തും ലോവർ ഭാഗത്തും ബൾക്കിയായി വരുന്ന സമയത്ത് നമ്മൾ പ്ലെയിൻ സീം ഉപയോഗിച്ചാണ് ഫിനിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നത്. മുഴുവനായി തിരിയുന്ന ബയാസ് സ്ട്രിപ്പ്. 824. ക്വസ്റ്റ്യൻ. മുഴുവനായി തിരിയുന്ന ബയാസ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് റോങ് സൈഡിലേക്ക് പോകുന്ന ബയാസ് സ്ട്രിപ്പ് ഏതാണ്? ഫേസിംഗ് ആണ് അല്ലേ? ഗാർമെന്റ് ഓപ്പണിംഗിൽ അല്ലെങ്കിൽ എഡ്ജിന്റെ ഷേപ്പ് ഫോളോ ചെയ്ത് ഇൻസൈഡിലേക്ക് ടേൺ ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന ഫാബ്രിക് പീസ് ആണ് ഫേസിംഗ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ മുമ്പത്തെ വീഡിയോകളിൽ പല പ്രാവശ്യമായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. 825. ക്വസ്റ്റ്യൻ. വിരലുകൾ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നത്. വിരലുകൾ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് തിമ്പിളാണ്. ഹാൻഡ് സൂയിങ് ചെയ്യുമ്പോൾ നീഡിൽ വിരലിൽ കുത്തുന്നത് തടയാൻ ഫിംഗറിൽ ധരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ടൂളാണ് തിമ്പിൾ എന്ന് പറയുന്നത്. സ്റ്റില്ലറ്റോ എന്താണ്? സ്മോൾ ഹോൾസ് അല്ലെങ്കിൽ ഓപ്പണിങ്സ് ഉണ്ടാക്കാൻ. ബോഡ്കിൻ എന്താണ്? കോഡ് എലാസ്റ്റിക് അല്ലെങ്കിൽ കോഡോ എലാസ്റ്റിക്കോ നമുക്ക് പുള്ളി ചെയ്തെടുക്കാനായിട്ട്. നീഡിൽ ബാർ എന്താണ്? മെഷീൻ നീഡിൽ ഹോൾഡ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന മെഷീനിലെ പാർട്ടാണ് നീഡിൽ ബാർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 826. തുന്നുമ്പോൾ ഫാബ്രിക് മുന്നോട്ട് നീക്കുന്നത്. തുന്നുമ്പോൾ ഫാബ്രിക്കിനെ മുന്നോട്ട് നീക്കാൻ സഹായിക്കുന്ന ഫീഡ് ഡോഗ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സൂയിങ് മെഷീനിൽ പ്രഷർ ഫൂട്ടിന്റെ താഴെ ഫാബ്രിക് മുന്നോട്ട് നീക്കുന്നത് ഫീഡ് ഡോഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 827. അലങ്കാര ഘടകമായി ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസിലെ അലങ്കാര ഘടകമായി ഉപയോഗിക്കുന്നത് ഏതാ? ട്രിമ്മിങ്സ്. ഗാർമെന്റ് അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ലേസ്, റിബൺ, ബ്രെയ്ഡ്, ബട്ടൺസ് തുടങ്ങിയ ഡെക്കറേറ്റീവ് മെറ്റീരിയൽസ് ആണ് ഈ ട്രിമ്മിങ്സ് എന്ന് പറയുന്നത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 828. സ്റ്റിച്ചിങ് അവസാന ഘട്ടത്തിൽ ഉണ്ടാക്കുന്നത്. സ്റ്റിച്ചിങ്ങിന്റെ അവസാന ഘട്ടത്തിൽ സാധാരണ ഉണ്ടാക്കുന്നത് ഏതാണ്? ബട്ടൺ ഹോൾസ്. ബട്ടൺ ഹോളുകളാണ് ഗാർമെന്റ് കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കുന്ന അവസാന ഘട്ടങ്ങളിൽ ബട്ടൺ ഹോൾസ് ഉണ്ടാക്കി ബട്ടൺസ് അറ്റാച്ച് ചെയ്യുകയാണ് ഏറ്റവും അവസാന ഘട്ടമായിട്ട് പറയപ്പെടുന്നത്. 829. ഹാഫ് ഡാർട്ടിന്റെ വേരിയേഷൻ ഏത്? ഒരു ഹാഫ് ഡാർട്ടിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഫ്രഞ്ച് ഡാർട്ട്. ഫ്രഞ്ച് ഡാർട്ട് സാധാരണ സൈഡ് സീമിന്റെ താഴെ ഭാഗത്ത് നിന്ന് ബസ്റ്റ് ഏരിയയിലേക്ക് വരുന്നൊരു ഡാർട്ട് വേരിയേഷൻ ആണ്. ഹാഫ് ഡാർട്ടിന്റെ ഒരു വേരിയേഷൻ ആണ്. 830. ഗാർമെന്റിന്റെ ഫിറ്റ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വെഡ്ജ് ഷേപ്ഡ് കട്ടൗട്ട്. ഗാർമെന്റിന്റെ ഫിറ്റ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വെഡ്ജ് ഷേപ്ഡ് കട്ടൗട്ട് എന്ന് പറയുന്നത് ഡാർട്ട് പോയിന്റഡ് ആണ്. ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ചില പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചില ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോയിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഈ ഡാർട്ട് പോയിന്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇത് തേർഡ് ടൈം ആണ് വരുന്നത്. പല രീതിയിലും തേർഡ് ടൈം ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 831. സ്ലീവിന്റെ ഏറ്റവും വീതിയുള്ള ഭാഗം ഏതാണ്? സ്ലീവിന്റെ ഏറ്റവും വീതിയുള്ള ഭാഗം ഏതാണ്? ബൈസെപ്സ് ലെവൽ. അപ്പർ ആമിന്റെ ഫുള്ളസ്റ്റ് പാർട്ടായ ബൈസെപ്സ് ഏരിയയിലാണ് സ്ലീവിന്റെ മാക്സിമം വിഡ്ത്ത് സാധാരണ അളക്കുന്നത്. അപ്പൊ സ്ലീവിന്റെ ഏറ്റവും വീതിയുള്ള ഭാഗമായിട്ട് പറയുന്നത് ബൈസെപ്സ് ലെവലാണ്. റിസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് കൈയുടെ റിസ്റ്റ് ഭാഗത്തിന്റെ സമീപത്തുള്ള ലെവലാണ്. എൽബോ എന്ന് പറയുന്നത് കൈ മുട്ടിന്റെ ലെവലാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. കോളർ സ്റ്റാൻഡിൽ മടക്കുന്നത്. കോളർ മടക്കുന്ന ലൈൻ ഏത് എന്നാണ് ക്വസ്റ്റ്യന്റെ
അർത്ഥം. കോളർ സ്റ്റാൻഡിൽ കോളർ മടക്കുന്ന ലൈൻ ഏതാണ്? റോൾ ലൈൻ ആണ്. റോൾ ലൈൻ. കോളർ സ്റ്റാൻഡിന്റെ മുകളിൽ കോളർ റോൾ അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യുന്ന പ്രധാന ലൈനാണ് ഈ റോൾ ലൈൻ എന്ന് പറയുന്നത്. ഫാബ്രിക് ഫ്രേ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന മികച്ച ടൂൾ. 833 ക്വസ്റ്റ്യൻ. ഫാബ്രിക് ഫ്രേ, നൂലഴിഞ്ഞു പോകുന്നത്, തുണിയുടെ അരികു വശം എഡ്ജിൽ, റോ എഡ്ജിൽ തുണി അഴിഞ്ഞു പോകുന്നത് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മികച്ച ടൂൾ ഏതാണ്? പിങ്കിങ് ഷിയേഴ്സ്. പിങ്കിങ് ഷിയേഴ്സിന്റെ അറ്റം സിക്സാഗ് ബ്ലേഡ് എന്താണ്? ഫാബ്രിക്കിന്റെ എഡ്ജിന് സിക്സാഗ് കട്ട് ഉണ്ടാക്കി ഫ്രെയിം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സിക്സാഗ് ഷേപ്പിൽ കട്ട് ചെയ്ത് ഫ്രെയിം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 834 മെഷറിംഗ് ടേപ്പിന്റെ സാധാരണ നീളം. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇഞ്ചസിലാണ് കണ്ടത്. ഇതിലേതാണ്? സെന്റിമീറ്റേഴ്സിലാണ് ചോദിച്ചിട്ടുള്ളത്. 152 സെന്റിമീറ്റർ ആണ് മെഷറിംഗ് ടേപ്പിന്റെ സാധാരണ നീളമായിട്ട് പറയുന്നത്. ഇഞ്ചസിലാണെങ്കിൽ 60 ഇഞ്ചസ് ആണ് ഉത്തരം. 835 പാം സിസേഴ്സിന്റെ മറ്റൊരു പേര്. പാം സിസേഴ്സിന്റെ മറ്റൊരു പേര് എന്താണ്? ത്രെഡ് ട്രിമ്മർ ആണ് അല്ലെ. പാം സിസേഴ്സ് ചെറിയ ത്രെഡ്സ്, സ്നിപ്പ്, ട്രിം, സ്നിപ്പ് അല്ലെങ്കിൽ ട്രിം ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ സിസേഴ്സ് ആണ്. അതാണ് പാം സിസേഴ്സ്, ത്രെഡ് ട്രിമ്മർ. 836 പാറ്റേൺ ഡ്രാഫ്റ്റിങ്ങിനും കട്ടിങ്ങിനും ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ നോക്കുക. പാറ്റേണിന്റെ ഡ്രാഫ്റ്റിങ്ങിനും കട്ടിങ്ങിനും ഉപയോഗിക്കുന്നത് ഏതാണ്? ബ്രൗൺ ഷീറ്റ്. പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് ചെയ്യാനും പാറ്റേൺ പീസസ് കട്ട് ചെയ്യാനും ബ്രൗൺ ഷീറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വരയ്ക്കാനും കട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ടൂൾസ് ആണ്. പക്ഷെ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യാനും കട്ട് ചെയ്യാനും രണ്ടും കൂടി ചെയ്യുന്നത് നമ്മൾ ഏതിലാണ്? ബ്രൗൺ ഷീറ്റിലാണ് ചെയ്യുന്നത്. 837 ക്വസ്റ്റ്യൻ. ഫാബ്രിക്കിനെ ഗാർമെന്റായി മാറ്റുന്ന പ്രക്രിയ. ഫാബ്രിക്കിനെ ഗാർമെന്റായി മാറ്റുന്ന പ്രക്രിയ ഏതാണ്? മേക്കിംഗ് അപ്പ്. കട്ട് ചെയ്ത് ഫാബ്രിക് പീസസ് സ്റ്റിച്ച് ചെയ്ത് അസംബിൾ ചെയ്ത് കംപ്ലീറ്റ് ഗാർമെന്റ് ആക്കി മാറ്റുന്ന പ്രോസസ് മേക്കിംഗ് അപ്പ്. 838 മുകളിലും താഴെയും അപ്പർ ആൻഡ് ലോവർ ഭാഗങ്ങൾ ബൾക്കി ആയപ്പോൾ ഉപയോഗിക്കുന്ന സീം ഏത്? അപ്പർ ഭാഗങ്ങൾ, അപ്പറും ലോവർ ഭാഗങ്ങളും ഒരു ഗാർമെന്റിന്റെ അപ്പർ പാർട്ടും ലോവർ പാർട്ടും ബൾക്കി ആയിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സീം ഏതാണ്? പ്ലെയിൻ സീം ആണ്. ടു ഫാബ്രിക് പീസസ് സിമ്പിൾ ആയി ജോയിൻ ചെയ്യാൻ ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന സീം ഏതാണ്? പ്ലെയിൻ സീം ആണ് അല്ലെ. ചെറിയ മുറിവുകൾ ഉണ്ടാക്കി അതിൽ നിറം ചേർത്ത് സ്കിന്നിൽ ഡിസൈൻ ഉണ്ടാക്കുന്ന രീതി എന്ത്? ചെറിയ മുറിവുകൾ ഉണ്ടാക്കി സ്കിന്നിൽ നിറം ചേർത്ത് ഡിസൈൻ നൽകുന്ന രീതി എന്താണ്? ടാറ്റൂയിങ് ആണ്. ടാറ്റൂയിങ്. ടാറ്റൂ ചെയ്യുന്ന, സ്കിന്നിന്റെ ഉള്ളിലേക്ക് പിഗ്മെന്റ് അല്ലെങ്കിൽ ഇങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പെർമനന്റ് ഡിസൈൻ ഉണ്ടാക്കുന്ന രീതിയാണ് ടാറ്റൂയിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 840. വസ്ത്രം ധരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? വസ്ത്രം ധരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ഓപ്ഷൻസിൽ ഏതാണ്? പ്രൊട്ടക്ഷൻ ആണ്. ക്ലോത്തിങ്ങിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഫംഗ്ഷൻ ശരീരത്തെ കാലാവസ്ഥ, ചൂട്, തണുപ്പ്, പൊടി, പരിക്ക് തുടങ്ങിയവയിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ്. പ്രൊട്ടക്ഷൻ എന്നാണ് അർത്ഥം വരുന്നത്. ഇതും ഒരിക്കൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് ബോർഡ് ഡിസൈൻ ഏത് വിഭാഗത്തിൽ പെടുന്നു? ചെക്ക് ബോർഡ് ഡിസൈൻ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ജോമെട്രിക്കൽ ഡിസൈൻ. സ്ക്വയർ, സർക്കിൾ, ട്രയാങ്കിൾസ് തുടങ്ങിയ റെഗുലർ ആയിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്സ് ഉപയോഗിക്കുന്ന ഡിസൈൻസ് ആണ് ജോമെട്രിക്കൽ മോട്ടീവ്സ് എന്ന് പറയുന്നത്. ചെക്ക് ബോർഡ് അതിൽ പെടുന്ന ഒരു ഡിസൈൻ ആണ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ്, ലീവ്സ്, അനിമൽസ് തുടങ്ങിയ നാച്ചുറൽ ഫോംസ് ആണ്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ രൂപം മാറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, അവതരിപ്പിക്കുന്ന, അതിൻ്റെ ഒറിജിനൽ രൂപം മാറ്റി നമ്മൾ സ്റ്റൈലൈസ് അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചെയ്യുന്ന, സിംപ്ലിഫൈ ചെയ്ത് ചെയ്യുന്ന, മാറ്റി നമ്മളൊരു ക്രിയേറ്റ് ചെയ്യുന്ന രൂപങ്ങളെയാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. സിംപ്ലിഫൈഡ് എന്താണ്? സ്റ്റൈലൈസ്ഡ് രൂപങ്ങളെയാണ്. സിംപ്ലിഫൈഡ് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ആയിട്ട് ചെയ്യുന്ന രൂപങ്ങളെയാണ് നമ്മൾ സ്റ്റൈലൈസ്ഡ് എന്ന് പറയുന്നത്. 842 കോസ്മിക് സ്പേസിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ ഉള്ള മോട്ടീഫ് ഏത്? കോസ്മിക് സ്പേസിൽ നിന്നും പ്രചോദനമുള്ള മോട്ടീഫ് ഏതാണ്? കൊഞ്ച് ഷെൽ, ശംഖിന്റെ ഷേപ്പ് അല്ലെ. കോസ്മിക് സ്പേസിൽ നിന്നും പ്രചോദനമുള്ള മോട്ടീഫ് ഏതാണ്? ശംഖ്. തന്നിട്ടുള്ള ഓപ്ഷൻസിലെ ശംഖാണ് നമ്മൾ കോസ്മിക് സ്പേസ് റിലേറ്റഡ് മോട്ടീഫായി പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 843. മാങ്ങാ മോട്ടീഫ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? മാങ്ങാ മോട്ടീഫ് മറ്റെന്തു പേരിലാണ് അറിയപ്പെടുന്നത്? പേസ്ലി മോട്ടീഫ് എന്നാണ് അറിയപ്പെടുന്നത്. 844. ഋഗ്വേദത്തിൽ വസ്ത്രങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സാധാരണ പദം എന്ത്? ഋഗ്വേദത്തിൽ വസ്ത്രങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സാധാരണ പദം എന്താണ്? വാസാസ്. വാസാസ് എന്ന് പറയുന്നത് എന്താണ്? ക്ലോത്തിങ് ടേം ആണ്. സുരഭി എന്ന് പറയുന്നത് എന്താണ്? സുരഭി സുഗന്ധമുള്ളത് അല്ലെങ്കിൽ പ്ലസന്റ് എന്ന അർത്ഥമാണ് സുരഭിക്ക് വരുന്നത്. മന്ത്ര എന്ന് പറഞ്ഞാൽ സേക്രഡ്, വേദിക് വേഴ്സ് ആണ്.
സേക്രഡ് ആയിട്ടുള്ള വേദിക് മന്ത്രം. വേദിക് എന്ന് പറഞ്ഞാൽ വേദയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ക്ലോത്തിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ ടേം ഏതാണ്? വാസാസ്. 845 വേദിക കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ നന്നായി ഒത്തുപോകുന്നതായി സൂചിപ്പിക്കുന്ന പദം ഏത്? വേദിക കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ നന്നായി ഒത്തുപോകുന്നതിനെ സൂചിപ്പിക്കുന്ന പദം എന്താണ്? സുരഭി. അതായത് വസ്ത്രത്തിന് നല്ല ഫിറ്റ് അപ്പിയറൻസ് സൂചിപ്പിക്കുന്ന ടെർമിനോളജി ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ എന്താണ് പ്ലസന്റ് എന്നുള്ളത് അല്ലെങ്കിൽ സുഗന്ധമുള്ളത് എന്ന അർത്ഥവും വരുന്നുണ്ട്. അപ്പോൾ ഫിറ്റ് അപ്പിയറൻസ് എല്ലാം പ്ലസന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, എല്ലാം കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ് സുരഭിക്ക് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 846. ഏത് കാലഘട്ടത്തിലാണ് താമര മോട്ടീഫ് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്? ഏത് കാലഘട്ടത്തിലാണ് താമര മോട്ടീഫ് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്? ഏത് കാലഘട്ടത്തിലാണ്? സതവാഹന കാലഘട്ടത്തിൽ ആർട്ട് ആൻഡ് ടെക്സ്റ്റൈൽസ്, ഫ്ലോറൽ മോട്ടീവ്സ്, പ്രത്യേകിച്ച് ലോട്ടസ് മോട്ടീവ്സ് പ്രധാനമായി കാണപ്പെട്ടിരുന്നത് സതവാഹന കാലഘട്ടത്തിലാണ്. സതവാഹന കാലഘട്ടത്തിലാണ് ലോട്ടസ് മോട്ടീഫ് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 847. അജന്ത ഗുഹാ ചിത്രങ്ങൾ വഴി വസ്ത്രധാരണം വ്യക്തമായി അറിയാൻ കഴിയുന്ന കാലഘട്ടം ഏത്? അജന്ത കേവ് പെയിന്റിങ്സ് വഴി ക്ലോത്തിങ് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാലഘട്ടം ഗുപ്ത പീരിയഡ് ആണ്. അജന്ത പെയിന്റിങ്സ് രാജാക്കന്മാർ, സ്ത്രീകൾ, സാധാരണ ജനങ്ങൾ എന്നിവരുടെ അതായത് ഓർണമെന്റ്സ്, ഗാർമെന്റ്സ്, ഡ്രേപ്പിംഗ് സ്റ്റൈൽസ് എന്നിവയെക്കുറിച്ച് വളരെ വ്യക്തമായ വിഷ്വൽ ഇൻഫർമേഷൻ നമുക്ക് ആ പെയിന്റിങ്സ് മുഖേന നമുക്ക് ലഭിക്കുന്നുണ്ട്. അജന്ത പെയിന്റിങ്സ് ആണ് ഗുപ്ത പീരീഡിലെ ക്ലോത്തിങ് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ഗുപ്ത കാലഘട്ടത്തിൽ രാജാക്കന്മാർ ധരിച്ച വസ്ത്രങ്ങളിൽ സാധാരണ കാണുന്ന ഭാഗം ഏത്? ഗുപ്ത കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ വസ്ത്രങ്ങളിൽ സാധാരണ കാണുന്ന ഭാഗം ഏതാണ്? ഉത്തരീയ ആണ്. ഉത്തരീയ എന്ന് പറയുന്ന അപ്പർ ബോഡിയിൽ ഡ്രേപ്പ് ചെയ്യുന്ന ക്ലോത്തിങ് ആണ്. അപ്പർ ബോഡിയിലെ ഗാർമെന്റ് ആണ് ഉത്തരീയ. അന്തരീയ എന്ന് പറയുന്നത് ലോവർ ഗാർമെന്റ് ബോഡിയാണ്. കച്ച എന്ന് പറയുന്നത് ലോവർ ഗാർമെന്റ് ഡ്രേപ്പിംഗ് സ്റ്റൈലാണ്. അതുപോലെ തന്നെ സാഷുകൾ എന്ന് പറയുന്നത് വേസ്റ്റ് അല്ലെങ്കിൽ ബോഡിയിൽ ചുറ്റുന്ന ഒരു ഡെക്കറേറ്റീവ് സ്ട്രിപ്പാണ്. തുണിയുടെ സ്ട്രിപ്പിനെയാണ് നമ്മൾ പറയുന്നത് സാഷ് എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ 849. ഢാക്ക മസ്ലിൻ ഫാബ്രിക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹാൻഡ്ലൂം നെയ്ത്ത് സാങ്കേതിക വിദ്യ ഏത്? ഢാക്ക മസ്ലിൻ ഫാബ്രിക് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ഹാൻഡ്ലൂം ടെക്നിക്ക് ഏതാണ്? ജമദാനി വളരെ ഫൈൻ മസ്ലിൻ ബേസിൽ സപ്ലിമെന്ററി ആയിട്ട് വെഫ്റ്റ് യാൺ ഉപയോഗിച്ച് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള മോട്ടീവ്സ് ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ വീവിംഗ് ടെക്നിക്കാണ് ജമദാനി എന്ന് പറയുന്നത്. ഫൈൻ മസ്ലിനിൽ ഡെക്കറേറ്റീവ് മോട്ടീവ്സ് ചെയ്യുന്നതാണ് ജമദാനി എന്ന് പറയുന്നത്. ജക്കാർഡ് എന്നാണ് കോംപ്ലക്സ് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൂം മെക്കാനിസം ആണ്. തങ്കയിൽ എന്ന് പറയുന്നത് ബംഗാൾ റീജിയണിലെ ഒരു ഹാൻഡ്ലൂം ടെക്സ്റ്റൈൽ ട്രഡീഷൻ ആണ് ടങ്കയിൽ എന്ന് പറയുന്നത്. ശൃംഗാർ എന്ന് പറയുന്നത് ഡെക്കറേറ്റീവ് ഓർണമെന്റേഷൻ എന്ന ആശയമാണ്. ശൃംഗാർ എന്ന് പറയുന്നത് 850. ക്വസ്റ്റ്യൻ. ബാന്ദനി മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്? ബാന്ദനി അല്ലെങ്കിൽ ബന്ദനി മറ്റെന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ബന്ദനി എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ചുനാരീസ് അല്ലെങ്കിൽ ചുനരീസ്. ബാന്ദനി ചുനരി അല്ലെങ്കിൽ ചുനാരീസ് എന്നാണ് അറിയപ്പെടുന്നത്. ബാന്ദനി ഒരു ടൈ ആൻഡ് ഡൈ റെസിസ്റ്റ് ഡൈയിങ് ടെക്നിക്കാണ്. ചില പ്രദേശങ്ങളിൽ ഇതിന് ചുനരി അല്ലെങ്കിൽ ചുൻരി അല്ലെങ്കിൽ ചുനാരി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ഇക്കട്ട് നോക്കൂ. യാൺ റെസിസ്റ്റ് ഡൈയിങ് ടെക്നിക്കാണ്. പൈത്തനി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു സിൽക്ക് സാരി ട്രഡീഷൻ ആണ്. പൈത്താനി എന്ന് പറയുന്നത്. പട്ടോള എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഒരു റെസിസ്റ്റ് ഡൈഡ് സിൽക്ക് അല്ലെങ്കിൽ ഡബിൾ ഇക്കട്ട് ട്രഡീഷൻ സാരീസ് ആണ് അല്ലെങ്കിൽ ട്രഡീഷൻ ആണ്. പൈത്തനി മഹാരാഷ്ട്രയിലെയാണ്, പട്ടോള ഗുജറാത്തിലെയാണ്. ചുനരി എന്ന് പറയുന്നത് എന്താണ്? ബാന്ദനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബന്ദനിയുടെ മറ്റൊരു പേരാണ് ചുനരീസ് അല്ലെങ്കിൽ ചുനാരി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 851. ചന്ദേരി സാരികൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് നിർമ്മിക്കുന്നത്? ചന്ദേരി സാരികൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് നിർമ്മിക്കുന്നത്? ചന്ദേരി ടെക്സ്റ്റൈൽ ട്രഡീഷൻ മധ്യപ്രദേശിലെ ചന്ദേരി പ്രദേശത്ത് പ്രശസ്തമായ ഒരു സാരിയാണല്ലേ. ചന്ദേരി എവിടെയാണ്? മധ്യപ്രദേശിലെ. സിൽക്ക് കോട്ടൺ ബ്ലെൻഡ് ഫൈൻ ടെക്സ്ചർ ആയിട്ടുള്ള ട്രാൻസ്പാരൻസി ഉള്ള ഒരു സാരിയാണ് ചന്ദേരി സാരികൾ എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലെ ഏതാണ്?
ഉത്തർപ്രദേശിലെ ഏതാണ്? ബനാറസി ടെക്സ്റ്റൈൽസിനാണ് പ്രശസ്തമായിട്ടുള്ളത്. ആന്ധ്രാപ്രദേശ് കലംകാരി പോലുള്ള ടെക്സ്റ്റൈൽസിനാണ്. ഹിമാചൽ പ്രദേശ് വൂളൻ ഹാൻഡിക്രാഫ്റ്റ്സിനാണ് പ്രശസ്തമായിട്ടുള്ളത്. 825 പട്ടോള ഏത് രീതിയിൽ ഡൈ ചെയ്ത സിൽക്ക് സാരിയാണ്? പട്ടോള ഏത് രീതിയിൽ ഡൈ ചെയ്ത സിൽക്ക് സാരിയാണ്? റെസിസ്റ്റ് ഡൈ ആണ്. റെസിസ്റ്റ് ഡൈയിങ് മെത്തേഡാണ്. പട്ടോള ഒരു റെസിസ്റ്റ് ഡൈയിങ് ടെക്നിക്ക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സിൽക്ക് ടെക്സ്റ്റൈൽ ആണ്. പ്രത്യേകിച്ച് ഡബിൾ ഇക്കട്ടിനാണ് പട്ടോള പ്രശസ്തം. ഡബിൾ ഇക്കട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വാർപ്പും വെഫ്റ്റും, വാർപ്പിയാൻസും വെഫ്റ്റിയാൻസും ഡൈ ചെയ്തിട്ടുള്ള, വാർപ്പിയാൻസും വെഫ്റ്റിയാൻസും റെസിസ്റ്റ് ഡൈ ചെയ്തിട്ടുള്ള ടൈപ്പ് ഫാബ്രിക് ആണ് എന്ത് പറയുന്നത്? പട്ടോള. അതാണ് ഡബിൾ ഇക്കട്ട് എന്ന് പറയുന്നത്. സിംഗിൾ ഇക്കട്ട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വാർപ്പ് അല്ലെങ്കിൽ വെഫ്റ്റ് മാത്രം റെസിസ്റ്റ് ഡൈയിങ് ചെയ്തിട്ടുള്ള യാൺ ഡൈയിങ് ആണ് ഇവിടെ. വാർപ്പും വെഫ്റ്റും ഒരുപോലെ റെസിസ്റ്റ് ഡൈയിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡബിൾ ഇക്കട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പട്ടോള എന്ന് പറയുന്നത് ഡബിൾ ഇക്കട്ട് ടെക്നിക്കിന് പ്രശസ്തമായൊരു ഫാബ്രിക് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസിലെ ബാത്തിക് എന്ന് പറയുന്നത് എന്താണ്? വാക്സ് റെസിസ്റ്റ് ഡൈയിങ് ആണ്. ടൈ എന്ന് പറയുന്നത് ഫാബ്രിക് ടൈ ചെയ്ത് ഡൈ ചെയ്യുന്നു എന്നുള്ള അർത്ഥം. ഒബ്ജക്റ്റ് ഒരു കറക്റ്റ് ആൻസർ അല്ല. 853 ഹിംബ്രു നിർമ്മിക്കുന്നത് ഏത് നൂലുകൾ ഉപയോഗിച്ചിട്ടാണ്? ഹിംബ്രു ഏത് നൂലുകളാണ്? സിൽക്ക് ആൻഡ് കോട്ടൺ. ഹിംബ്രു ഒരു ട്രഡീഷണൽ വോവൻ ഫാബ്രിക് ആണ്. സാധാരണ സിൽക്കും കോട്ടണും ചേർന്നാണ് നിർമ്മിക്കുന്നത്. സിൽക്കും കോട്ടണും മിക്സ് ചെയ്തിട്ടാണ് ഹിംബ്രു നിർമ്മിക്കുന്നത്. പോച്ചമ്പള്ളി ടെക്സ്റ്റൈൽ ഡിസൈനുകൾ സാധാരണയായി എങ്ങനെയായിരിക്കും? പോച്ചമ്പള്ളി ടെക്സ്റ്റൈൽ ഡിസൈനുകൾ സാധാരണയായിട്ട് എങ്ങനെയായിരിക്കും? ജോമെട്രിക്കൽ ഷേപ്സ് ആയിരിക്കും. പോച്ചമ്പള്ളി ഇക്കട്ട് ടെക്സ്റ്റൈൽസിൽ ജോമെട്രിക്കൽ പാറ്റേൺസ് ആണ് വളരെ പ്രധാനമായിട്ടുള്ളത്. പോച്ചമ്പള്ളി. അടുത്ത ക്വസ്റ്റ്യൻ 855 കലംകാരി ചെയ്യുന്നത് ഏത് ഉപകരണത്തിലൂടെ? കലംകാരി ഏത് ഉപകരണത്തിലൂടെയാണ്? കലംകാരിയുടെ ട്രഡീഷണൽ ഹാൻഡ് പെയിന്റഡ് ഫോമില് കലം അഥവാ പെൻ ഉപയോഗിച്ച് ഫാബ്രിക്കിൽ ഡിസൈൻ വരയ്ക്കുന്ന ഒരു രീതിയാണ് അല്ലെ കലംകാരി എന്ന് പറയുന്നത്. പെന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. 856 ബന്ധനി ഒരു നിറമുള്ള ടെക്സ്റ്റൈൽ ആണ്. ഇത് ഏത് ടെക്നിക്ക് ഉപയോഗിക്കുന്നു? ബന്ധനി ഏത് ടെക്നിക്ക് ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റൈൽ ആണ്? ഏതാണ്? ടൈ ആൻഡ് ഡൈ. ഫാബ്രിക്കിന്റെ ചെറിയ ഭാഗങ്ങൾ ത്രെഡ് ഉപയോഗിച്ച് ടൈറ്റായി ടൈ ചെയ്ത് ഡൈ ചെയ്യുന്ന രീതിയാണ് ബന്ധനി ടെക്നിക്ക് എന്ന് പറയുന്നത്. 857 യാൺ സ്റ്റേജിൽ ടൈ ആൻഡ് ഡൈ ചെയ്യുന്ന പ്രക്രിയ. യാൺ സ്റ്റേജിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാൺ സ്റ്റേജിൽ ടൈ ആൻഡ് ഡൈ ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? ഇക്കട്ട് ആണ്. ഇക്കട്ടിൽ യാൺ അല്ലെങ്കിൽ ഫൈബർ സ്റ്റേജിൽ തന്നെ ത്രെഡ്സ് റെസിസ്റ്റ് ഡൈ ചെയ്ത് പിന്നീട് വീവ് ചെയ്യുമ്പോൾ ഡിസൈൻ രൂപപ്പെടുന്ന രീതിയാണ് ഇക്കട്ട് എന്ന് പറയുന്നത്. ഇതിൽ വെഫ്റ്റ് യാൺ മാത്രം അല്ലെങ്കിൽ വാർപ്പ് യാൺ മാത്രം ചെയ്താൽ സിംഗിൾ ആയിട്ടും, അതുപോലെ വെഫ്റ്റും വാർപ്പും റെസിസ്റ്റ് ടൈ ആൻഡ് ഡൈ ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ് ഇക്കട്ട് ഡൈയിങ് എന്ന് പറയുന്നത്, അല്ല ഡബിൾ ഇക്കട്ട് എന്ന് പറയുന്നത്. 858 ശ്രീ കലഹസ്തി പ്രശസ്തമായത് എന്തിനാണ്? ശ്രീ കാലഹസ്തി അല്ലെങ്കിൽ കലഹസ്തി പ്രശസ്തമായത് എന്തിനാണ്? ഹാൻഡ് പെയിന്റിങ്ങിനാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീ കാലഹസ്തി കലംകാരി ഹാൻഡ് പെയിന്റഡ് കലംകാരി ട്രഡീഷന് പ്രശസ്തമായതാണ്. ആന്ധ്രാപ്രദേശിലെ സ്ത്രീ കാലഹസ്തി കലംകാരി ഹാൻഡ് പെയിന്റഡ് അല്ലെങ്കിൽ കലംകാരി ട്രഡീഷന് പ്രശസ്തമായ ഒരു സ്ഥലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 859 ലൂമിലെ സെക്കൻഡറി മോഷൻ എന്ന് പറയുന്നത് ഏതാണ്? ലെറ്റ് ഓഫും ടേക്കപ്പും. ലെറ്റ് ഓഫ് ആൻഡ് ടേക്കപ്പ് ആണ് എന്താണ് ലൂമിലെ സെക്കൻഡറി മോഷൻ എന്ന് പറയുന്നത്. ഷെഡിങ്, പിക്കിംഗ്, ബീറ്റിംഗ് ഒക്കെ എന്താണ് പ്രൈമറി മോഷൻസും ലെറ്റ് ഓഫ് ടേക്കപ്പ് എന്ന് പറയുന്നത് ലൂമിലെ സെക്കൻഡറി മോഷൻസുമാണ് അല്ലേ. 860 ടെക്സ്റ്റൈൽ ടെസ്റ്റിംഗിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓൾ ഓഫ് ദി എബവ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതൊക്കെയാണ് മുകളിൽ പറഞ്ഞിട്ടുള്ളത്? പ്രൊഡക്ഷൻ പ്രോസസ്സ് കൺട്രോൾ ചെയ്യുക, ന്യൂ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുക, റിസർച്ച് നടത്തുക. ടെക്സ്റ്റൈൽ ടെസ്റ്റിംഗ് വഴി ക്വാളിറ്റി കൺട്രോള്, പ്രൊഡക്ഷൻ ഇംപ്രൂവ്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നിവയ്ക്ക് ആവശ്യമായ വിവരങ്ങളാണ് ലഭിക്കുന്നത്. അപ്പൊ എന്താണ്? ഓൾ ഓഫ് ദി എബവ് ആണ് അല്ലേ. 861 നോൺ വോവൻ ഫാബ്രിക്സ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ഫൈബറുകൾ ബോണ്ടിങ് ചെയ്ത്. നോൺ വോവൻ ഫാബ്രിക്സിൽ യാൺസ് വീവ് നിറ്റ് ചെയ്യാതെ ഫൈബേഴ്സിനെ തന്നെ മെക്കാനിക്കൽ, കെമിക്കൽ അല്ലെങ്കിൽ തേർമൽ മെത്തേഡ്സ് ഉപയോഗിച്ച് ബോണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 862 വീവിംഗ് സമയത്ത് ഷട്ടിൽ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? വെഫ്റ്റ് യാൺ ഇടുക. ട്രഡീഷണൽ ഷട്ടിൽ ലൂമിന്റെ ഷട്ടിലിന്റെ ഉള്ളിലുള്ള
പേണിൽ നിന്ന് വെഫ്റ്റ് യാൺ ഷെഡ് വഴി കൊണ്ടുപോവുകയാണ് പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത്. വെഫ്റ്റ് യാൺ ഇൻസേർഷൻ അല്ലെങ്കിൽ ഇടുക. അടുത്ത ക്വസ്റ്റ്യൻ 863. SPC എന്ന ചുരുക്കപ്പേരിന്റെ പൂർണ്ണ രൂപം. SPC എന്ന ചുരുക്കപ്പേരിന്റെ പൂർണ്ണ രൂപം എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ എന്താണ്? പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ വേരിയേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് മോണിറ്റർ ആൻഡ് കൺട്രോൾ ചെയ്യുന്ന ക്വാളിറ്റി കൺട്രോൾ മെത്തേഡാണ് SPC എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യ വീഡിയോകളിൽ SPC ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ട്രൂ ഡെനിം ഫാബ്രിക്കിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? 864 ക്വസ്റ്റ്യൻ. ട്രൂ ഡെനിം ഫാബ്രിക്കിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഓൾ ഓഫ് ദി എബവ്, മുകളിൽ പറഞ്ഞവയെല്ലാം. വാർപ്പ്, ഡൈഡ്, വെഫ്റ്റ്, അൺഡൈഡ്, ഇൻഡിഗോ ഡൈഡ്, ട്വിൽ വീവ്, എല്ലാം കറക്റ്റ് ആണ് അല്ലേ? ട്രഡീഷണൽ ഡെനിം സാധാരണ ഇൻഡിഗോ ഡൈഡ് വാർപ്പും അൺഡൈഡ് അല്ലെങ്കിൽ ലെസ് കളേർഡ് വെഫ്റ്റും ട്വിൽ വീവും ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അതായത് വാർപ്പിയാണ് ഇൻഡിഗോ കളറിൽ ഡൈ ചെയ്തിട്ടുണ്ടാവും, വെഫ്റ്റിയാണ് അൺഡൈഡ് ആയിരിക്കും, കളർ ചെയ്തിട്ടുണ്ടാവില്ല. ട്വിൽ വീവാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ട്രൂ ഡെനിം കറക്റ്റ് ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള ഡെനിം ഫാബ്രിക്കിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. 865. കാലണ്ടറിങ് ഏത് തരത്തിലുള്ള ഫിനിഷാണ്? കാലണ്ടറിങ് ഏത് തരത്തിലുള്ള ഫിനിഷാണ്? മെക്കാനിക്കൽ ഫിനിഷാണ്. മെഷീൻസ് ഉപയോഗിച്ച്, റോളേഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന മെക്കാനിക്കൽ ഫിനിഷാണ്. 866. താഴെ പറയുന്നതിൽ നിറ്റ് സ്ട്രക്ചർ അല്ലാത്തത് ഏതാണ്? നിറ്റ് സ്ട്രക്ചർ അല്ലാത്തത് ഏതാണ്? പേൾ, റിബ്, ഇന്റർലോക്ക് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് നിറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. ഹണി കോംബ് സാധാരണ വോവൻ സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ വോവൻ സ്ട്രക്ചർ അല്ലെങ്കിൽ വോവൻ ഡിസൈൻ ആയി കാണപ്പെടുന്നതാണ്, ഒരു നിറ്റഡ് സ്ട്രക്ചർ അല്ല. 867. ഏറ്റവും കൂടുതൽ ക്രീസ് കാണിക്കുന്ന ഫാബ്രിക് ഏതാണ്? ഏറ്റവും കൂടുതൽ ക്രീസ് ലിനൻ ആണല്ലേ. ലിനൻ ഫൈബറിന് എലാസ്റ്റിസിറ്റി കുറവായതുകൊണ്ട് തന്നെ ഫോൾഡ് അഥവാ ക്രീസ് വന്നാൽ എളുപ്പത്തിൽ മാറാതെ അതിൽ തന്നെ നിൽക്കും. 868. തയ്യൽ ജോലിയിൽ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏത്? തയ്യൽ ജോലിയിൽ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? ലോക്ക് സ്റ്റിച്ച്. ലോക്ക് സ്റ്റിച്ച് എന്താണ്? അപ്പർ ത്രെഡും ബോബിൻ ത്രെഡും ഇന്റർലോക്ക് ചെയ്ത് സെക്യൂർ ചെയ്ത് സ്റ്റിച്ച് ഉണ്ടാകുന്നു. ഗാർമെന്റ് കൺസ്ട്രക്ഷനിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് ലോക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. 869. താഴെ പറയുന്നതിൽ ഗാർമെന്റ് മാനുഫാക്ചറിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്? ഗാർമെന്റ് മാനുഫാക്ചറിംഗ് സിസ്റ്റം അല്ലാത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. കൻബൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രോഗ്രസീവ് ബണ്ടിൽ, യൂണിറ്റ് പ്രൊഡക്ഷൻ, മോഡ്യുലാർ എന്നിവ ഗാർമെന്റ് പ്രൊഡക്ഷൻ സിസ്റ്റമായി ഉപയോഗിക്കുന്നതാണ്. കൻബൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഇൻവെന്ററി കൺട്രോൾ സിസ്റ്റമാണ്. ഏതാണ്? അതൊരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ആണ്. പ്രോഗ്രസീവ് ബണ്ടിൽ, യൂണിറ്റ് പ്രൊഡക്ഷൻ, മോഡ്യുലാർ ഒക്കെ എന്താണ്? ഗാർമെന്റ് മാനുഫാക്ചറിംഗ് സിസ്റ്റം ആണ്. ഗാർമെന്റ് മാനുഫാക്ചറിംഗ് സിസ്റ്റവുമായി ബന്ധമില്ലാത്തതാണ് കൻബൻ എന്ന് പറയുന്നത്. 870 ക്വസ്റ്റ്യൻ. തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് ലെങ്ത് നിയന്ത്രിക്കുന്നത് ഏത് ഭാഗമാണ്? സ്റ്റിച്ച് റെഗുലേറ്റർ ആണ്. സ്റ്റിച്ച് റെഗുലേറ്റർ ഉപയോഗിച്ച് ഓരോ സ്റ്റിച്ചിൻ്റെയും ലെങ്ത് ഇൻക്രീസ് ഡിക്രീസ് ചെയ്യുന്നതാണ് സ്റ്റിച്ച് റെഗുലേറ്ററിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. 871. ഗാർമെന്റ് കട്ടിംഗ്. ലേ എന്നത് ഗാർമെന്റ് കട്ടിങ്ങിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഗാർമെന്റ് കട്ടിങ്ങിൽ ലേ എന്താണ് സൂചിപ്പിക്കുന്നത്? ലെയേഴ്സിന്റെ സമുച്ചയം, കളക്ഷൻ ഓഫ് ലെയേഴ്സ് അല്ലെ. കട്ടിംഗ് ടേബിളിൽ ഫാബ്രിക്കിന്റെ ഒന്നിനു മുകളിൽ മറ്റൊന്നായി സ്പ്രെഡ് ചെയ്ത കംപ്ലീറ്റ് സ്റ്റാക്ക് ഓഫ് ലെയേഴ്സിനെയാണ് ലേ എന്ന് പറയുന്നത്. ലെയേഴ്സിന്റെ എണ്ണം എന്താണ്? നമ്പർ ഓഫ് പ്ലൈസ് മാത്രമാണ്. ലേയിലെ നമ്പർ ഓഫ് പ്ലൈസ് ആണ് ലെയേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. ലെയേഴ്സിന്റെ കളക്ഷൻ ഓഫ് ലെയേഴ്സ് അല്ലെങ്കിൽ ലെയേഴ്സിന്റെ സമുച്ചയമാണ് ലേ എന്ന് പറയുന്നത്. നിറ്റ് ഫാബ്രിക്സ് തയ്ക്കാൻ ഏത് നീഡിൽ പോയിന്റ് ആണ് അനുയോജ്യം? നിറ്റ് ഫാബ്രിക്സ് തയ്ക്കാൻ ഏതാണ്? ബോൾ പോയിന്റ് ആണ്. ബോൾ പോയിന്റ് നീഡിലിന്റെ റൗണ്ടഡ് ടിപ്പ് നിറ്റ് ഫാബ്രിക്സിന്റെ ലൂപ്സ് മുറിക്കാതെ അതിൻ്റെ ഇടയിൽ കൂടെ കടക്കുന്നത് കൊണ്ട് തന്നെ നിറ്റ് ഫാബ്രിക്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ബോൾ പോയിന്റ് നീഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ 873. ഡെനിം ജീൻസിൽ വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യാൻ ഏത് മെഷീനാണ് ഉപയോഗിക്കുന്നത്? ഡെനിം ജീൻസിൽ വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് മെഷീനാണ്? മൾട്ടി നീഡിൽ ചെയിൻ സ്റ്റിച്ച് മെഷീനാണ്. മൾട്ടി നീഡിൽ ചെയിൻ സ്റ്റിച്ച് മെഷീൻ. ജീൻസിന്റെ വേസ്റ്റ് ബാൻഡ് അറ്റാച്ച്മെന്റിൽ മൾട്ടിപ്പിൾ പാരലൽ റോസ് ഓഫ് സ്റ്റിച്ചിങ് വേഗത്തിൽ ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ റോസ് ഓഫ് സ്റ്റിച്ചിങ് വേഗത്തിൽ ചെയ്യാനായിട്ട് എന്താണ്? മൾട്ടി നീഡിൽ ചെയിൻ സ്റ്റിച്ച് മെഷീനാണ് ഉപയോഗിക്കുന്നത്. SNLS എന്താണ്? സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച്. ജനറൽ സൂയിങ്ങിന് വേണ്ടിയിട്ടുള്ളത് സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് ആണ് SNLS എന്ന് പറയുന്നത്.
FOA എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഓട്ടോമേറ്റഡ് ഗാർമെന്റ് ഓപ്പറേഷൻ മെഷീൻ ആണ്. കവർ സ്റ്റിച്ച് എന്ന് പറയുന്നത് എന്താണ്? നിറ്റ് വെയർ ഹെംസ് കവർ സീംസിന് വേണ്ടിയിട്ടാണ്. നിറ്റ് വെയർ ഹെംസിൻ്റെയും അതുപോലെ തന്നെ കവർ സീംസിനും വേണ്ടിയുള്ളതാണ് കവർ സ്റ്റിച്ച് മെഷീൻ. 874 ഡയറക്റ്റ് കോസ്റ്റായി കണക്കാക്കുന്നത് ഏതാണ്? ഡയറക്റ്റ് കോസ്റ്റായി കണക്കാക്കുന്നത് ഏതാണ്? ലേബർ കോസ്റ്റ് ആണ് അല്ലെ. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതിന് നേരിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന ലേബർ എക്സ്പെൻസ് ആണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഓപ്ഷനിലെ ലേബർ കോസ്റ്റ് ആണ് ഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ആണ്. പ്രൈമറി കളർ അല്ലാത്തത് ഏതാണ്? പിങ്ക് ആണല്ലേ, പിങ്ക്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണെന്ന് തോന്നുന്നു. പിങ്കും ഗ്രീനും സെക്കൻഡറി കളറാണ്. അപ്പോൾ പിങ്കും ഗ്രീനും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 876 പ്രൊഡക്ടിവിറ്റി എങ്ങനെ കണക്കാക്കാം? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. എന്താണ്? ഉപയോഗിച്ച റിസോഴ്സസ് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനോട് താരതമ്യപ്പെടുത്തി എത്ര ഔട്ട്പുട്ട് ലഭിച്ചു എന്ന് കണക്കാക്കുന്നതാണ് പ്രൊഡക്ടിവിറ്റി. എത്ര സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എത്ര പ്രോഡക്ട്സ് ഉണ്ടാക്കി. ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നീഡിലിൽ ത്രെഡ് കടക്കാൻ സഹായിക്കുന്ന ഗ്രൂവ് ഏതാണ്? നീഡിലിന്റെ ലോങ് ഗ്രൂവ് ത്രെഡിനെ അക്കോമഡേറ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സ്റ്റിച്ചിങ് സമയത്ത് ത്രെഡ് സ്മൂത്ത് ആയി മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ലോങ് ഗ്രൂവ് എന്ന് പറയുന്നത്. പോയിന്റ് ഫാബ്രിക്കിൽ പെനട്രേറ്റ് ചെയ്യുന്ന ടിപ്പാണ്. ത്രെഡ് കടത്താനുള്ള ആക്ച്വൽ ഹോളാണ്. സ്കാർഫ് എന്ന് പറയുന്നത് ബോബിൻ ഹുക്കിന് ത്രെഡ് ലൂപ്പ് പിടിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ്. 878 കാപ്രി പാൻറ് എന്താണ്? ആംഗിൾ മുകളിലെ സ്ലിം പാൻറ്. കാപ്രി പാൻറ് സാധാരണ കാഫ് ഏരിയയിൽ അവസാനിക്കുന്ന ആംഗിളിന് മുകളിലുള്ള ട്രൗസർ ആണ് കാപ്രീസ് എന്ന് പറയുന്നത്. 879 ഫീഡ് ഡോഗ് മോഷൻ നിയന്ത്രിക്കുന്നത് എന്താണ്? ഫീഡ് ഡോഗിന്റെ മോഷൻ നിയന്ത്രിക്കുന്നത് റോക്കർ ഷാഫ്റ്റ് ആണ്. ഫീഡ് മെക്കാനിസമിന്റെ മൂവ്മെന്റിൽ റോക്കർ ഷാഫ്റ്റ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഫീഡ് ഡോഗിന് റിക്വയർഡ് ആവശ്യമായിട്ടുള്ള മോഷൻ നൽകുകയും ചെയ്യുന്നത് എന്താണ്? റോക്കർ ഷാഫ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 880 ഏറ്റവും ഷീർ ഷിഫോൺ ലഭിക്കാൻ ഏത് ഡീനിയർ ഉപയോഗിക്കുന്നു? ഏറ്റവും ഷീർ ആയിട്ടുള്ള ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഷിഫോൺ ലഭിക്കാൻ ഏതാണ് ഡീനിയർ എന്ന്? 30. ഡീനിയർ കുറയുമ്പോൾ ഫിലമെന്റ് അല്ലെങ്കിൽ യാൺ ഫൈനർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം 30 ഡീനിയർ ഷിഫോൺ കൂടുതൽ ഫൈനും ലൈറ്റ് വെയ്റ്റും ഷീറുമായിരിക്കും. ഓക്കെ, 30 ഡീനിയർ ഷിഫോൺ എന്ന് പറയുന്നത് കൂടുതൽ ഫൈൻ ആയിരിക്കും, ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും, ഷീർ ആയിരിക്കും. അപ്പം ഏറ്റവും ഡീനിയർ കുറയും തോറും ഫിലമെന്റ് ഫൈൻ അല്ലെങ്കിൽ യാണ് ഫൈനർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഷീർ ഷിഫോൺ ലഭിക്കാൻ ഏത് ഡീനിയറാണ് ഉപയോഗിക്കേണ്ടത്? കുറഞ്ഞ ഡീനിയറാണ് ഉപയോഗിക്കേണ്ടത്. 881 മേഴ്സറൈസിങ് കോട്ടണിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മേഴ്സറൈസ്ഡ് കോട്ടണിന്റെ ഗുണങ്ങൾ ഏതൊക്കെയാണ്? ലസ്റ്റർ ആണ്, അബ്സോർബൻസി ആണ്, സ്ട്രെങ്ത് ആണ്. അപ്പം എല്ലാമാണല്ലേ. മേഴ്സറൈസ്ഡ് കോട്ടൺ ലസ്റ്ററസ് ആവും, അബ്സോർബൻസി കൂടും, സ്ട്രെങ്ത്തും കൂടും. 882 ഫാബ്രിക്കിന്റെ അബ്സോർബൻസി ബാധിക്കുന്നത് എന്തിനെയാണ് ബാധിക്കുന്നത്? കംഫർട്ട്, സ്റ്റാറ്റിക്, ഡൈ. അതായത് ഫാബ്രിക് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്ന കഴിവ്, കംഫർട്ട്, സ്റ്റാറ്റിക് ബിഹേവിയർ, ഡൈയിങ് പെർഫോമൻസ് എന്നിവയാണ് ബാധിക്കുന്നത്. കംഫർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മോയ്സ്ചർ അബ്സോർബ് ചെയ്താൽ വേറെ കൂടുതൽ കംഫർട്ട് ആയിരിക്കും, കംഫർട്ട് മെച്ചപ്പെടും. സ്റ്റാറ്റിക് മോയ്സ്ചർ കണ്ടന്റ് സ്റ്റാറ്റിക് ചാർജിനെ ബാധിക്കുന്നു. അതുപോലെ തന്നെ ഡൈ ഫാബ്രിക് അല്ലെങ്കിൽ ഫാബ്രിക്കിലോ ഡൈ അപ്ടേക്ക്, ഡൈ അബ്സോർബൻസിയുടെ ബാധിക്കുന്നു. അപ്പം മൂന്നും ബാധിക്കും അല്ലേ, ഫാബ്രിക് അബ്സോർബൻസി. 883 പ്ലെയിൻ വീവിന്റെ പ്രധാന ഗുണം എന്താണ്? പ്ലെയിൻ വീവ് സിമ്പിൾ ആണ്, 1/1 ഇന്റർലേസ്മെന്റ് ആയതുകൊണ്ട് നിർമ്മിക്കാൻ എളുപ്പവുമാണ്, എക്കണോമിക്കലുമാണ്, ചിലവ് കുറവാണ്. 884 30/1 യാൺ ഏതിനേക്കാൾ ഹെവിയർ ആണ്? 30/1 യാൺ ഏതിനേക്കാൾ ഭാരമേറിയതാണ് അല്ലെങ്കിൽ ഹെവിയർ ആണ്?
ഇംഗ്ലീഷ് കോട്ടൺ കൗണ്ടിൽ കൗണ്ട് നമ്പർ കൂടുമ്പോൾ യാണ് ഫൈനറും ലൈറ്ററും ആവുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് 30/1 50/1 ഹെവിയർ ആണ്. ഏതാണ്? നമ്പർ കൂടുമ്പോൾ യാൺ ഫൈനറും ലൈറ്ററും ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 30 ഏതിനെക്കാട്ടിലും 30 എന്ന് പറയുന്നത് ഏതിനെക്കാട്ടിലും ഹെവിയർ ആണ്? 50-നെക്കാട്ടിലും ഹെവിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 885. ഗബാർഡിൻ ഡെനിം എന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ഗബാർഡിൻ ഡെനിം എന്നിവ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഡെനിം ഗബാർഡിൻ ഏതിലാണ്? ട്വിൽ വീവിലാണ്. ഗബാർഡിനും ഡെനിമും സാധാരണ ഡയഗണൽ ട്വിൽ സ്ട്രക്ചർ ആയിട്ടാണ്. അപ്പോൾ ട്വിൽ വീവിൻ്റെ ആണ് കാറ്റഗറി. 886. സാറ്റിൻ ഫാബ്രിക്കിന് ലസ്റ്റർ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? എയും ബിയുമാണ് കേട്ടോ. ഈ രണ്ടും എന്നുള്ളത് എയും ആൻഡ് ബി. ഏതാണ്? ലോങ് ഫ്ലോട്ട്സും ഫിലമെന്റ്സും. ഫിലമെന്റിയാണ് കൊണ്ട് നിർമ്മിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ലോങ്ങർ ഫ്ലോട്ട്സ് ഉള്ളത് കൊണ്ടുമാണ് അതിനത്രയും ലസ്റ്റർ ലഭിക്കുന്നത്. 887. യൂണിവേഴ്സൽ ബ്ലീച്ചിങ് ഏജന്റ് ഏതാണ്? യൂണിവേഴ്സൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണല്ലേ. ഹൈഡ്രജൻ പെറോക്സൈഡ് വിവിധ ടെക്സ്റ്റൈൽ ഫൈബേഴ്സിൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്നൊരു യൂണിവേഴ്സൽ ബ്ലീച്ചിങ് ഏജന്റ് ആണ് ഏത്? ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. 888. 4 പോയിന്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത് എന്തിനാണ്? 4 പോയിന്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത് ഫാബ്രിക്കിന്റെ ഡിഫക്ട്സ് കണ്ടെത്തി ഗ്രേഡ് ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ഫാബ്രിക് ഇൻസ്പെക്ഷൻ സിസ്റ്റമാണ് ഈ 4 പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫാബ്രിക്കിന്റെ ഡിഫക്ട്സ് കണ്ടെത്തി ഗ്രേഡ് ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ഫാബ്രിക് ഇൻസ്പെക്ഷൻ സിസ്റ്റമാണ് 4 പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഫാബ്രിക്കിലാണ് 4 പോയിന്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 889. സൂയിങ് ത്രെഡ് ട്വിസ്റ്റ് സാധാരണ ഏതാണ്? സൂയിങ് ത്രെഡിന്റെ ട്വിസ്റ്റ് സാധാരണ ഏതാണ്? ഇസെഡ് ട്വിസ്റ്റ് ആണ്. സൂയിങ് ത്രെഡ്സിൽ സാധാരണ ഇസെഡ് ട്വിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. പ്ലൈഡ് സൂയിങ് ത്രെഡിൽ ട്വിസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഓപ്പോസിറ്റ് ട്വിസ്റ്റ് ഉപയോഗിക്കാറുണ്ട് നമ്മൾ. പ്ലൈഡ് സൂയിങ്ങിൽ എന്താണ്? ട്വിസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഓപ്പോസിങ് ട്വിസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. സൂയിങ് ത്രെഡ്സിന് ഏതാണ്? ഇസെഡ് ട്വിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. 890. AQL എന്നത് എന്തിൻ്റെ ചുരുക്കപ്പേരാണ്? ആക്സെപ്റ്റബിൾ ക്വാളിറ്റി ലെവൽ. ആക്സെപ്റ്റബിൾ ക്വാളിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ ഒരു ലോട്ടിൽ ആക്സെപ്റ്റബിൾ ആയ സ്വീകരിക്കാൻ പറ്റുന്ന ഡിഫക്റ്റിന്റെ ക്വാളിറ്റി ലെവൽ, ഡിഫക്റ്റിന്റെ ലെവൽ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്നൊരു ക്വാളിറ്റി കൺട്രോൾ ആണ്. കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? AQL എന്ന് പറയുന്നത്. ആദ്യമുള്ള വീഡിയോസിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. AQL എന്ന് പറയുന്നത് എന്താണ്? ആക്സെപ്റ്റബിൾ ക്വാളിറ്റി ലെവൽ. 891. ഗ്രെയിൻ ലൈൻ സൂചിപ്പിക്കുന്നത് ഏത് ഡയറക്ഷൻ? ലെങ്ത് വൈസ് ഡയറക്ഷനെയാണ്. പാറ്റേണിലെ ഗ്രെയിൻ ലൈൻ സാധാരണ ഫാബ്രിക്കിന്റെ ലെങ്ത് വൈസ് വാർപ്പ് ഡയറക്ഷനോട് പാരലൽ ആയിട്ടാണ് ഉണ്ടാവുക. 892. ത്രെഡ് സൈസ് സൂചിപ്പിക്കുന്നത് എങ്ങനെ? ത്രെഡ് സൈസ് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? ടിക്കറ്റ് നമ്പർ. സൂയിങ് ത്രെഡിന്റെ സൈസ് അല്ലെങ്കിൽ ഡയാമീറ്റർ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ടിക്കറ്റ് നമ്പർ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. 893. അയേണിംഗ് ഷൈൻ മാർക്സ് ഒഴിവാക്കാൻ എന്തുപയോഗിക്കുന്നു? അയേണിന്റെ സോൾ പ്ലേറ്റും ഫാബ്രിക്കിനും ഇടയിൽ പ്രൊട്ടക്റ്റീവ് സർഫേസ് നൽകുന്ന ടെഫ്ലോൺ ഷൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അയേണിങ് ചെയ്യുമ്പോൾ ചില തുണികൾ അയൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഭയങ്കര ഷൈനിങ് ആയിട്ട് നമ്മൾ അയൺ ബോക്സിന്റെ ആ ഒരു മാർക്കിംഗ് അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ ഷൈനിങ് ആവാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? ടെഫ്ലോൺ ഷൂ ആണ് ഉപയോഗിക്കുന്നത്. അയേണിന്റെ സോൾ പ്ലേറ്റും ഫാബ്രിക്കിനിടയിൽ ഒരു പ്രൊട്ടക്റ്റീവ് സർഫേസ് നൽകുന്നതാണ് ടെഫ്ലോൺ ഷൂവിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. 894. ടെക്സ്റ്റൈലിന്റെ ബേസിക് യൂണിറ്റ് ഏതാണ്? ഒരു ടെക്സ്റ്റൈലിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഫൈബർ ആണ്. ടെക്സ്റ്റൈൽ കൺസ്ട്രക്ഷന്റെ അടിസ്ഥാന റോ യൂണിറ്റ് ഫൈബർ എന്ന് പറയുന്നത് ഫൈബർ ആണ്. ഫൈബേഴ്സ് ചേർന്ന് യാൺസ് ചേർന്ന് ഫാബ്രിക്കും ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഫാബ്രിക് ഉപയോഗിച്ച് നമ്മൾ ഗാർമെന്റ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഫൈബേഴ്സ് ആണ്. 895. പ്രോട്ടീൻ ഫൈബർ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസിലെ പ്രോട്ടീൻ ഫൈബർ അല്ലാത്തത് ഏതാണ്? ഫ്ലാക്സ് ആണ് അല്ലേ. സിൽക്കും വൂളും സ്പൈഡറും എല്ലാം ആനിമൽ ഫൈബേഴ്സ് ആണ്. ആനിമൽ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ പ്രോട്ടീനും, പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ സെല്ലുലോസുമാണ് വരിക. 896. ഫ്ലെയിം റെസിസ്റ്റന്റ് അല്ലാത്ത ഫൈബർ ഏത്? ഓപ്ഷൻസിലെ ഫ്ലെയിം റെസിസ്റ്റന്റ് അല്ലാത്ത ഫൈബർ ഏതാണ്? ജ്യൂട്ട് ഒരു നാച്ചുറൽ സെല്ലുലോസിക് ഫൈബർ ആയതുകൊണ്ട് തന്നെ ഗ്ലാസ്, ആസ്ബെസ്റ്റോസ്, കെവ്ലർ പോലെയുള്ള ഹൈലി ഫ്ലെയിം റെസിസ്റ്റന്റ് മെറ്റീരിയൽസിനെ അപേക്ഷിച്ച് എന്താണ്? തീയിൽ കൂടുതൽ എളുപ്പം കത്തുന്നത് ആരാണ്? ജ്യൂട്ടാണ്. അപ്പോൾ ആൻസർ ഫ്ലെയിം റെസിസ്റ്റന്റ് അല്ലാത്ത ഫൈബർ ജ്യൂട്ടാണ്.
897 എലാസ്റ്റോമെറിക് ഫൈബർ ഏത്? ഓപ്ഷൻസിലുള്ളതിൽ എലാസ്റ്റോമെറിക് ഫൈബർ ഏതാണ്? ലൈക്ര, സ്പാൻഡെക്സ്, റബ്ബർ. ഇത് മൂന്നും എലാസ്റ്റോമെറിക് മെറ്റീരിയൽസിന്റെ പ്രധാന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? വലിച്ചു നീട്ടിയ ശേഷം ഒറിജിനൽ ഷേപ്പിലേക്ക് ഒറിജിനൽ നീളത്തിലേക്ക് മടങ്ങി വരാനുള്ള കഴിവാണ് എലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ എന്ന് പറയുന്നത്. അപ്പം എലാസ്റ്റോമെറിക് ഫൈബേഴ്സിന്റെ പ്രധാന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എലാസ്റ്റിസിറ്റി ആണ്. അപ്പം ലൈക്ര, സ്പാൻഡെക്സ്, ലൈക്ര, സ്പാൻഡെക്സ് എന്താണ്? എലാസ്റ്റിൻ ആണ്. റബ്ബറിനും എലാസ്റ്റോമെറിക് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ആൻസർ എല്ലാം, ഓൾ ഓഫ് ദി എബവ്. 898 ബുള്ളറ്റ് പ്രൂഫ് ഫാബ്രിക് ഫൈബർ ഏതാണ്? ബുള്ളറ്റ് പ്രൂഫ് ഫാബ്രിക് ഫൈബർ ഏതാണ്? കെവ്ലാർ. കെവ്ലാറിന് ഒരു ഹൈ സ്ട്രെങ്ത് അരമിഡ് ഫൈബറാണ് കെവ്ലാർ എന്ന് പറയുന്നത്. കെവ്ലാറിന് ബുള്ളറ്റ് പ്രൂഫ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൻ്റെ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് കാരണം എന്താണ്? പ്രൊട്ടക്റ്റീവ് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന ഒരു ഫൈബറാണ്, ബുള്ളറ്റ് പ്രൂഫ് ഫൈബറാണ് കെവ്ലാർ എന്ന് പറയുന്നത്. 899 വാട്ടർ ഇൻസൊല്യൂബിൾ ഡൈ. ഓപ്ഷൻസിലെ വാട്ടർ ഇൻസൊല്യൂബിൾ, വാട്ടറിൽ അലിയാത്ത വാറ്റ് ഡൈസ് എന്ന് പറയുന്നത് വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്. ഡൈയിങ് സമയത്ത് അവയെ സൊല്യൂബിൾ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത് ഫൈബറിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ ഓക്സിഡേഷൻ വഴി വീണ്ടും ഇൻസൊല്യൂബിൾ ഫോർമാറ്റിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഡയറക്റ്റും റിയാക്റ്റീവും ആസിഡും എന്താണ്? വാട്ടർ സൊല്യൂബിൾ ഡൈസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 900 ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തളക്കാനാണ്? ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കുന്നത് എയറിലുള്ള മോയ്സ്ചർ, വാട്ടർ വേപ്പർ കണ്ടന്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത്. ചില ക്വസ്റ്റ്യൻസ് ആൻസർ നമുക്ക് കാണുമ്പോൾ സിമിലറായി തോന്നും. ചില ക്വസ്റ്റ്യൻസ് ഒരേ രീതിയിൽ, ഒരേ ആൻസർ വരുന്ന രീതിയിൽ സെൻറ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ സിമിലറായിട്ട് തോന്നും. ചിലത് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിരിക്കാം, ചിലത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്നതായിരിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി തോന്നുമെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് കൊണ്ടാണ് അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്.